നമ്മൾ ചിന്തിക്കുന്ന, അയ്യോ കർത്താവേ, നീ ആ നന്മ അടച്ചല്ലോ, വാതിലടച്ചല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മരണമല്ലാതെ, കണ്ണുനീരല്ലാതെ ഞങ്ങൾക്ക് ഒരു വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ, ഏലിയാവിന് വേണ്ടി ദൈവം കാക്കയെ അയച്ചത് ആമേൻ 3.5 വർഷക്കാലം മാത്രമാണ്. ആ കാക്കയുടെ വരവ് 3.5 വർഷം കഴിഞ്ഞപ്പോൾ നിന്ന് കേട്ടോ. പക്ഷെ അവിടെയൊന്നും കാക്കയുടെ വരവ് നിന്നപ്പോഴും സാറാപാത്തിലെ വിധവയെ ദൈവം ഒരുക്കിയവനാണ്. അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, അടഞ്ഞ നന്മകളെ ഓർത്ത് കരയരുത്. അടഞ്ഞതൊന്നും ഇനി നിങ്ങൾക്കുള്ളതല്ല. ഇന്നലകളിൽ അനുഭവിച്ച പല നന്മകളും അടഞ്ഞ ആരൊക്കെ അടഞ്ഞ വാതിലിന് മുമ്പ് ഇരുന്ന് കരയുന്നുണ്ട്. മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും നടക്കാതെ ആരൊക്കെയോ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൈമാറാൻ, കുഞ്ഞേ, നടക്കാതെ പോയ സ്വപ്നങ്ങളൊന്നും അത് നിനക്കുള്ളതല്ല. ആഗ്രഹിച്ചിട്ട് നീ ചില നാളുകൾ അനുഭവിച്ചു, പെട്ടെന്ന് അടഞ്ഞുപോയ ഉപജീവനത്തിന്റെ മേഖല, പെട്ടെന്ന് അടഞ്ഞുപോയ രാജ്യങ്ങളുടെ വാതിലുകൾ, അതൊന്നും നിനക്കുള്ളതല്ല, അത് ശാശ്വതമല്ല. അതടഞ്ഞതിന് പിന്നിൽ ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ഈ പകൽക്കാലം വിശ്വസിക്ക്. അടഞ്ഞതിനെ ഓർത്ത് കരയാതെ ദൈവം കരുതിയ പുതിയ നന്മകളെ ഓർത്ത് കരയ്. പ്രഭാതത്തിന് എന്നെ കേൾക്കുന്നുണ്ടോ? കാക്കയുടെ വരവ് നിന്നപ്പോഴും കിരീത്തിലെ വെള്ളം വറ്റിയപ്പോഴും ഏലിയാവ് കരഞ്ഞില്ല. ഏലിയാവിന് മനസ്സിലായി, എന്റെ ഇന്നലകളുടെ നന്മ അടഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേതോ വാതിൽ എനിക്ക് എവിടെയോ തുറന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഈ പകൽക്കാലം അടഞ്ഞ വാതിലുകളെ ഓർത്ത് കരയാതെ ദൈവം നിനക്ക് തുറന്ന വാതിലുകളെ ഓർത്ത് സന്തോഷിക്ക്. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. അടഞ്ഞ വാതിലുകൾക്കായി നന്ദി പറയും. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായ വാതിലുകൾ